തന്റെ ചെറുപ്രായത്തിൽ തന്നെ ബുദ്ധിവൈഭവം കൊണ്ടും അസാമാന്യമായ ചിന്താശേഷി കൊണ്ടും വ്യക്തവും സുധീരവുമായ സാമൂഹ്യ നിലപാടുകൾ കൊണ്ടും വിനീത എന്ന ഈ പെൺകുട്ടി അശ്വമേധത്തിന്റെ പ്രേക്ഷകർക്ക് സുപരിചിതയായിരുന്നു. എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഒരൽപ്പം വാശിയും ആകാംക്ഷയുമാണ്. ആകാംക്ഷയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് വാശിയുടെ രാജസൂയങ്ങളിലേക്ക്. നിഷ്പ്രയാസം 3 റൗണ്ടുകൾ കടന്ന യജ്ഞം പൂർത്തിയാക്കുന്ന ആദ്യത്തെ മത്സരാർത്ഥിയും വിനീതയായിരുന്നു. ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തി നിഷ്പ്രയാസം മുന്നേറുമ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം വിനീതയിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞു. കാലം കരുതിവെച്ച വിധി വൈപരീത്യമെന്നോണം ഇന്ന് രാവിലെ 11 മണിക്ക് താൻ പഠിക്കുന്ന പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽ രംഗബോധമില്ലാതെ കടന്നുവന്ന മമതയില്ലാത്ത മരണം ഏറ്റുവാങ്ങുമ്പോൾ വർണ്ണങ്ങളുടെ ലോകത്ത് പാറി നടക്കേണ്ട ഒരു ചിത്രശലഭത്തിന്റെ സ്വപ്നങ്ങളാണ് തകർക്കപ്പെട്ടത്. ഇനി വിനീത ഒരു ഓർമ്മ മാത്രം. അറിവിന്റെ ആകാശങ്ങളെ അഗാധമായി പുൽകിയ ആ പെൺശലഭത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇതാ അശ്വമേധത്തിന്റെ ശ്രദ്ധാഞ്ജലി. വിളിച്ചുണർത്തല്ലേ ഇനി എന്നെ ആരും, ഞാൻ ഈ ഇരുട്ടിലിങ്ങനെ തനിച്ചിരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഉളിപ്പല്ലിനാൽ ഇരുട്ടിനെ ഇങ്ങനെ കടിച്ചിരിക്കട്ടെ. വേണ്ട, അജ്ഞാനത്തിന്റെ ഇരുട്ടിലെങ്ങനെ ഇരിക്കണ്ട, വിജ്ഞാനത്തിന്റെ ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരൂ. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം, പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ ദിവസത്തെ നമ്മുടെ നോബൽ ഗൈഡ്, പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സാരഥി, ചിന്തകൻ, എഴുത്തുകാരൻ, ചലച്ചിത്ര പ്രവർത്തകൻ, സർവോപരി ദേശാഭിമാനി പുസ്തക പ്രസിദ്ധീകരണശാലയുടെ അമരക്കാരൻ ശ്രീ വി കെ ജോസഫ്. സ്വാഗതം സർ. ആൻഡ് ആസ് യൂഷ്വൽ അവർ ഐറ്റി ഗൈഡ് നിമി അരുൺഗോപൻ. ഗുഡ് ഈവനിങ്. വിജ്ഞാനോത്സവത്തെക്കുറിച്ചുള്ള ഈ മനുഷ്യന്റെ ആമുഖം കഴിഞ്ഞു. ഇനി ആരാണ് ഈ ദിവസത്തെ അതിഥി? ശ്രദ്ധിക്കാം. പുതിയ കാലം എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് അന്തസാര ശൂന്യതയുടെയും യൗവനാഘോഷങ്ങളുടെയും മാത്രം കാലമായി പരിമിതപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. യൗവനപ്പുളപ്പിൻ്റെയും അന്തസാര ശൂന്യതയുടെയും മാത്രം ആഘോഷങ്ങൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ നിറയുന്ന ഇക്കാലത്ത് അറിവിനും വിവേകത്തിനും വിജ്ഞാനത്തിനും ഉൾവെളിച്ചത്തിനും പ്രാമുഖ്യം നൽകുന്ന ശ്രീ ജി എസ് പ്രദീപിൻ്റെ അശ്വമേധം പരിപാടിയിലേക്ക് സന്തോഷത്തോടെ ഞാനും വരുന്നു. അതെ, നിങ്ങൾ കണ്ടതുപോലെ മലയാളത്തിൻ്റെ കഥാലോകത്തിലെ സൂര്യകാന്തി പൂവ്, മനുഷ്യരാമുഖം എഴുതിയ പ്രിയ കഥാകൃത്ത് ശ്രീ സുഭാഷ് ചന്ദ്രനാണ് ഇന്നത്തെ അതിഥി. സുഭാഷ്, സ്വാഗതം. ആദ്യം നമ്മൾ യാഗവേദി പിന്നിടണം, അതിനുശേഷം ഈ കസേരയിലിരിക്കണം. കുറേ കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട്. യാഗത്തിലെ ആദ്യ ബൗളിൽ നിന്ന് സുഭാഷിന് ഒരു വിഷയമെടുക്കും. എന്താണ് സുഭാഷ്? സ്മാരകങ്ങൾ. സ്മാരകങ്ങൾ സ്മാരകങ്ങൾ എന്നതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന വിഷയം, അല്ലേ? എൻ്റെ വാചകം ഇതാണ്. റാബിയ ദുറാനിയുടെ സ്മാരകമാണ് ബീബിക മക്കാബറ. ട്രൂ ഓർ ഫോൾസ്? ശരിയോ തെറ്റോ? ശരി. ശരി, ശരിയാണ്. 100% ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് won ₹1,000 from Mir Realtors and you can move to the second bowl, Subhash. നോവൽ. ഇതാണ് ഈ ആകസ്മികതകളുടെ ഒരു സത്യസന്ധത എന്ന് പറയുന്നത്. ദ ഓണസ്റ്റി ഓഫ് ആക്സിഡന്റാലിറ്റീസ്, അല്ലേ? കാര്യം സുഭാഷ് ചന്ദ്രന് കിട്ടിയ വിഷയം നോവലാണ്. മലയാളിയുടെ മനസ്സിൽ പലപ്പോഴും ഒരു നോവലായി മനുഷ്യരാമുഖത്തിലെ പല വരികളും കടന്നു വരാറുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. നേരത്തെ കിട്ടിയ സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ എൻ്റെ നോവലിനെ കുറിച്ചുള്ള ചോദ്യം. സ്മാരകശിലകൾ എഴുതിയത് ആരാണ്? ചോയ്സ് എ പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ചോയ്സ് ബി എം മുകുന്ദൻ.
പുനത്തിൽ കുഞ്ഞബ്ദുള്ള. Correct answer. You have won rupees 2,500. Congratulations, Subhash, and you can move to the third bowl. ലോക ചരിത്രം. യെസ്. മാർലസ് കയസും ഹാനിബാളും ഇടപെട്ടത് ഏത് യുദ്ധത്തിലാണ്? ഒന്നാമത്തെ ഉത്തരം പ്യൂണിക് യുദ്ധം, രണ്ടാമത്തെ ഉത്തരം ലിച്ചൻസ്റ്റൈൻ യുദ്ധം, മൂന്നാമത്തെ ഉത്തരം അയർലൻഡ് യുദ്ധം. Punic War. That is a perfect answer. You have won rupees 5,000 from Mir Realtors. Congrats, Subhash. And now, ഇനി ഒരു കാഴ്ചയുടെ കടമ്പയുണ്ട് താണ്ടാൻ. നമുക്ക് കാണാം. ലോകപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. ലോകപ്രശസ്തയായ ഒരു കലാകാരിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അതുപോലെ പ്രശസ്തയായ ഒരു കലാകാരിയും സാമൂഹ്യ പ്രവർത്തകയും കൂടിയാണ് ആയിരിക്കുന്ന കുട്ടി. ആരാണിവർ? വിക്രം സാരാഭായി. വിക്രം സാരാഭായി ആൻഡ് ഫാമിലി. പെർഫെക്റ്റ് ആൻസർ. ശ്രീമതി മൃണാളിനി സാരാഭായിയും കുഞ്ഞായിരുന്ന മല്ലിക സാരാഭായിയുടെയും ചിത്രമാണ് ആ കണ്ടത്. You have won rupees 10,000 from Mir Realtors. Congratulations, സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രൻ യാഗം വിജയകരമായി പൂർത്തിയാക്കി. അദ്ദേഹം യജ്ഞത്തിലേക്ക് പ്രവേശിക്കും. തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണ്. സുചിന്തിതമായ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഒരു എഴുത്തുകാരന്റെ ദൗത്യവും ധർമ്മവും പലപ്പോഴും. പക്ഷെ പ്രേക്ഷകരോട് ഈ ദിവസത്തെ നിങ്ങൾക്കുള്ള ആദ്യത്തെ സൂചന നൽകാനുള്ള എന്റെ സമയമായിരിക്കുന്നു. Here is my first clue. La di combattimento. La di combattimento. അദ്ദേഹം യജ്ഞത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ? Let's see. Yes or no. Yes is the sign. Welcome back, Mr. Subhash Chandran, please. ആ സ്ഫടികഗോളത്തിൽ നിന്ന് ഒരു വിഷയം താങ്കൾക്ക് എടുക്കാം. ആ വിഷയം എന്നോട് പറയണ്ട. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ ഓർക്കണം. ഓൾ ദി ബെസ്റ്റ്. ദുഷ്കരമല്ലല്ലോ വിഷയം? അല്ല. ഓൾ ദി ബെസ്റ്റ്, പ്ലീസ്. ശ്രീ സുഭാഷ് ചന്ദ്രൻ മനസ്സിലോർമ്മിച്ച പേര് ആദരണീയനായ നമ്മുടെ ജൂറി അംഗം ശ്രീ വി കെ ജോസഫ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആരംഭിക്കും വിപരീത സമസ്യയുടെ ചെറുകഥ യജ്ഞം. സോ സുഭാഷ്, ഇനി നമ്മൾ ഇരിക്കും തീർച്ച. അതിനു മുൻപ് ഫ്രാൻസിൽ നടക്കുന്ന അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിലെ ജൂറിയായി ഏഷ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി കൂടിയായ ഇന്നത്തെ നമ്മുടെ ജൂറി ശ്രീ വി കെ ജോസഫ്, താങ്കൾ ശ്രീ സുഭാഷ് ചന്ദ്രൻ വിചാരിച്ച വ്യക്തിയുടെ പേര് അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സുഭാഷിന് സംശയങ്ങൾ വന്നാൽ ഉത്തരം പറയാൻ വരില്ല, അഥവാ വന്നാൽ 6 തവണ വരെ സഹായിക്കാൻ നിമിയുടെ കമ്പ്യൂട്ടർ തയ്യാറാണ്. പ്രിയപ്പെട്ട കഥാകാര, ഊഷ്മളമായ സ്വാഗതം അശ്വമേധത്തിന്റെ കസേരയിലേക്ക്. സുഭാഷ്, ഇത് ഒരു 50-ാം തവണയെങ്കിലും ആയിരിക്കും അശ്വമേധം കളിക്കുന്നത്. പക്ഷെ ഇതിനു മുൻപുള്ള 49 തവണകളും ക്യാമറകളില്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു, അല്ലേ? പ്രതിഭനെ നമ്മൾ കുറേ കാലമായി കണ്ടിട്ടെന്ന് തോന്നുന്നു, അല്ലേ? കുറച്ചു കാലമായിരുന്നു. ഒരു വർഷം മുമ്പ് നമ്മൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഇരുന്നിട്ട് കളിച്ചു അവസാനം. അന്ന് ഞാൻ മനീന്ദർ സിംഗിനെയാണ് ഓർമ്മിച്ചത്. അതെ, ഒരു 3 ഓപ്ഷനിൽ തന്നെ പ്രദീപ് അത് പറഞ്ഞു. എൻ്റെ അവസാനത്തെ ഏറ്റവും പുതിയ പുസ്തകത്തിന് അവതാരിക എഴുതിയത് സുഭാഷാണ്. മാനസികയുടെ അശ്വമേധം എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. അന്നതിൻ്റെ പ്രകാശനത്തിനും സുഭാഷ് ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല വാക്കുകൾ സംസാരിച്ചു. കുറേ കുട്ടികളോടൊന്ന് അശ്വമേധമൊക്കെ കളിച്ചു നമ്മൾ ആ വേദിയിൽ. സുഭാഷിൻ്റെ രചനകളിൽ എന്നെ ഏറ്റവും ആകർഷിച്ച, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അശ്വമേധം എലിമെൻ്റ് ഉണ്ട് എന്നെനിക്ക് തോന്നിച്ച ഒരു വല്ലാത്തൊരു കുസൃതി എനിക്ക് തോന്നിച്ച ടൈറ്റിൽ ഏതാണെന്ന് സുഭാഷിന് ഗസ് ചെയ്യാം. പറുദീസ നഷ്ടമല്ല. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയവും അല്ല, മനുഷ്യന്റെ ആമുഖവും അല്ല, തൽപ്പവും അല്ല. സുഭാഷ്, ഞാൻ പറഞ്ഞു ഒരു കുസൃതി എന്നിൽ തോന്നിച്ചത്. സുഭാഷിന്റെ ടൈറ്റിലുകളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് ദാസ് ക്യാപിറ്റൽ എന്ന ടൈറ്റിലാണ്.
ഈ ദാസ് ക്യാപിറ്റൽ എന്ന ടൈറ്റിൽ കണ്ടപ്പോൾ ആഹാ സുഭാഷ് മൂലധനത്തെക്കുറിച്ച് എഴുതിയോ എന്നറിയാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ വായിച്ചപ്പോൾ മലയാളിയുടെ ഗന്ധർവ ഗായകനായ യേശുദാസിനെ കുറിച്ചുള്ള സുഭാഷിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് ദാസ് ക്യാപിറ്റൽ. അത്തരമൊരു ചിന്തയുടെ ആ ഒരു വേരിയേഷൻ ഉണ്ടല്ലോ, അതാണ് സുഭാഷിൻ്റെ ടൈറ്റിലുകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അഭിനന്ദനങ്ങൾ. പക്ഷേ എനിക്കിപ്പോഴും ഐ എം നോട്ട് റിയലി ഹാപ്പി. ഞാൻ കുറച്ച് സുഭാഷ് ഇത്രത്തോളം സ്റ്റാർട്ടിങ് ട്രബിൾ വേണ്ട കാര്യം. നമ്മൾ തമ്മിൽ എന്തിനാണ് സ്റ്റാർട്ടിങ് ട്രബിൾ? അത് ചെറിയ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ നിന്നാൽ പോലും ഒരു ബലം, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള ആളാണ്. ക്യാമറ ചൂണ്ടിക്കഴിഞ്ഞാൽ തോക്ക് ചൂണ്ടിനേക്കാൾ പേടിക്കുന്ന ആളാണ്. കേരളത്തിനകത്തും വിദേശത്തുമുള്ള നിരവധി മലയാളികൾ സുഭാഷിന് കാണാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇന്നലെ പ്രമോ കണ്ടപ്പോൾ മുതൽ, ഇന്നലെ ഇതിൻ്റെ നാളത്തെ അധ്യായം എന്ന് കാണിച്ചപ്പോൾ മുതൽ വളരെ ആകാംക്ഷയോടെ ഇന്ന് സുഭാഷിനെ കാണാനിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ വേണ്ട, കാരണം അവരെല്ലാവരും സുഭാഷിൻ്റെ കൂടെയാണ്, എൻ്റെ കൂടെ അല്ല. സോ പ്ലീസ്, മനുഷ്യനൊരു ആമുഖം എഴുതാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച്. വലിയ നോവലുകളൊക്കെ വായിക്കുമ്പോൾ, മികച്ച നോവലുകൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിലൊരു ഭാഷയ്ക്ക്, മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരു നല്ല സൃഷ്ടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് കൗമാരം മുതലുള്ള ആഗ്രഹമായിരുന്നു. ഒരു 10-12 വർഷം മുമ്പ് ഞാൻ നോവൽ സംഗ്രഹം എന്നുള്ള പേരിൽ മനുഷ്യ ആമുഖത്തിൻ്റെ സിനോപ്സിസ് പോലെ ഒരു ചെറുകഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു 10 വർഷം മുമ്പ് തന്നെ മനുഷ്യനൊരു ആമുഖത്തിൻ്റെ 1-ാം അധ്യായം എന്നുള്ള പേരിൽ ചെറുകഥ എഴുതിയിട്ടുണ്ട്. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് നമ്മുടെ കാലത്തെയും നമ്മുടെ സ്ഥലത്തെയും നമ്മുടെ ചരിത്രത്തെയും നമ്മുടെ ജീവിതത്തെയും സമഗ്രമായിട്ട് അടയാളപ്പെടുത്തി സാഹിത്യത്തെയും കുറ്റിപ്പുഴയെക്കുറിച്ച് അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. 100 വർഷത്തെ കേരളീയ ജീവിതത്തിൻ്റെ ഒരു വൈകാരിക ചരിത്രം എന്നുള്ള നിലയ്ക്കാണ് ഞാനത് വിഭാവനം ചെയ്തത്. നമ്മുടെ പുതിയ എഴുത്തുകാർക്ക് പഴയ എസ് കെ പൊറ്റക്കാടൊക്കെ ചെയ്ത പോലെ ജീവിതത്തെ അതിൻ്റെ സമഗ്രതയിൽ നോക്കിക്കാണാനുള്ള കഴിവില്ല എന്നൊരു വിമർശനം കുറേ കാലമായിട്ട് അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ തലമുറയിൽപ്പെട്ട ഒരു പിടി എഴുത്തുകാർ അതിനെ അതിജീവിച്ചു. അവരുടെ നല്ല നല്ല മീര, ഇ സന്തോഷ് കുമാർ, ടി ഡി രാമകൃഷ്ണൻ ഇട്ടിക്കോര എഴുതി, അങ്ങനെ നിരവധിയായിട്ടുള്ള പുസ്തകങ്ങളിലൂടെ ആ ഒരു വിമർശനത്തെ ഈ തലമുറ അതിജീവിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രിക്കറ്റിനോടുള്ള പാഷൻ. കപിൽ ദേവ് ആവണമെന്നായിരുന്നു കുട്ടിക്കാലത്തെ ആഗ്രഹം. യേശുദാസ് ആവാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ കപിൽ ദേവ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ആരോഗ്യസ്ഥിതിയൊക്കെ അതിനെപ്പറ്റി നമുക്കൊരു ആ ലെവലിലെ അതിന് സാധിക്കില്ല എന്ന് തോന്നി. പിന്നെ ഏറ്റവും എളുപ്പം ഒളിച്ചിരുന്ന് പാത്തും പതുങ്ങിയിരുന്ന് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആരുടെ മുന്നിലിരിക്കേണ്ട, മൈതാനത്തിറങ്ങണ്ട, വേദികളിൽ പ്രത്യക്ഷപ്പെടേണ്ട, നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെയും വിചാരങ്ങളെയും സമഗ്രമായിട്ട് ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കും എന്നൊരു തോന്നൽ, ആത്മവിശ്വാസം, അങ്ങനെ ചിലർ അഹന്ത എന്ന് വിളിക്കും, അത് കൈവന്നപ്പോഴാണ് പിന്നെ എഴുതാൻ തുടങ്ങിയത്. ഒരു പാട്ട് പാടും. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആലോചിച്ച്, ഞാൻ പാട്ട് പാടുമെന്ന് തെറ്റിദ്ധരിക്കും ജനം ഇത് കേട്ടാൽ. പ്രദീപിനെ പറ്റി, പ്രദീപ്ജിയെ പറ്റി പണ്ട് ശ്രീകുമാരൻ എന്ന പേര് പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പക്ഷേ പ്രദീപ് ഈ മനുഷ്യ മനസ്സുകളെ ഉണർത്താനൊക്കെ തുടങ്ങുന്നതിന് വളരെ മുമ്പ്. അത് ഞാൻ മൂളാം. പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രദീപ്ജി രണ്ടും കണ്ടു നിൽക്കും, ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? പ്രദീപ്ജി എന്നുള്ള പ്രയോഗം കേട്ടിട്ടുണ്ടോ? ഇല്ല. പ്രദീപ്ജി അത് പ്രതീജി എന്നാണ് കവി ഉദ്ദേശിച്ചത്. പ്രതീജി എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ ദിക്കെന്ന അർത്ഥം. പ്രതീജി. ഞാൻ പ്രദീപ്ജിയെ പറ്റി ഓർത്തു, പെട്ടെന്ന് അത് ഓർത്തു. ഉണരൂ മനസ്സേ ഉണരൂ എന്നാണല്ലോ, അങ്ങനെ പാടിക്കണം മാത്രം. നമുക്ക് ആരംഭിക്കാം. ഈ അശ്വയാത്രികനെ സാക്ഷി നിർത്തി മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കഥാകാരനോട്, അക്കാദമി അവാർഡ് ജേതാവായ സുഭാഷ് ചന്ദ്രനോട് എൻ്റെ ആദ്യത്തെ ചോദ്യം. താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? അല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഉണ്ട്. അതുപോട്ടെ, ഭൂമിയിൽ എല്ലാവർക്കും സുഖം തന്നെ. സുഭാഷിൻ്റെ വീട്ടിൻ്റെ പേര് ഭൂമി എന്നാണ്. ഏഷ്യൻ? ഇന്ത്യൻ? മലയാളി? 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. ഉണ്ട്. ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? അതെ. ആണ്.
രാഷ്ട്രീയം? ഇല്ല. സാഹിത്യം? അതെ. ചെറുകഥയോ നോവലോ ആണോ പ്രധാന മേഖല? കഥ ആണ്. തെക്കൻ കേരളം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ല? അല്ല. അല്ല. 70 വയസ്സിന് മുകളിൽ പ്രായം? ഇല്ല. ഇല്ല. മലയാളത്തിലെ വർത്തമാനകാലത്തിലെ പ്രമുഖരായ ഏറ്റവും പ്രശസ്തരായ 10 വനിതാ എഴുത്തുകാരിൽ ഒരാളാണ് അവരെന്ന് പറയാമോ? തീർച്ചയായും പറയാം. അത്രത്തോളം ലളിതമായ ഒന്നാണോ വിചാരിച്ചത്? അല്ല, ഞാൻ എൻ്റെ സൗകര്യത്തിന് ഒന്ന് ആലോചിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സാഹിത്യത്തിനുപരിയായി രാഷ്ട്രീയ രംഗത്തോ സാമൂഹ്യ പ്രവർത്തന രംഗത്തോ അവർ പ്രവർത്തിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒട്ടുമില്ല. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? അല്ല. അല്ല. മൂത്രത്തീക്കര അവരുടെ കൃതിയാണ്? അതെനിക്ക് ലൈഫ് ലൈൻ. ഗ്രേസിയുടെ കൃതിയാണ് മൂത്രത്തീക്കര. അതെ. അതെ. ആണോ? ഗ്രേസിയാണ് വിചാരിച്ചത്. അതെ. ഗ്രേസിയുടെ ഒരു നല്ല വളരെ സ്മാർട്ടായിട്ടുള്ളൊരു വർക്കാണ് മൂത്രത്തീക്കര. എനിക്ക് തോന്നുന്നു റീസെൻ്റായിട്ട് ഞാൻ വായിച്ച ഗ്രേസിയുടെ കൃതി അതായിരുന്നു, മൂത്രത്തീക്കരയായിരുന്നു. ഗ്രേസി മലയാളിയായ സാഹിത്യകാരി. 1991 ഇവരുടെ ആദ്യത്തെ കഥാസമാഹാരമായ പടിയിറങ്ങിപ്പോയ പാർവതി പ്രസിദ്ധപ്പെടുത്തി. ഗ്രേസിയുടെ രചനകൾ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ഒറിയ എന്നീ ഭാഷകളിൽ തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ആലുവ UC കോളേജിൽ മലയാള അധ്യാപികയായി ജോലി ചെയ്യുന്നു. 1995 ലളിതാംബിക അന്തർജനം അവാർഡ്, 1997 തോപ്പിൽ രവി അവാർഡ്, 2000 കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. നരകവാതിൽ, 2 സ്വപ്നദർശികൾ, ഗ്രേസിയുടെ കഥകൾ, മൂത്രത്തിക്കര തുടങ്ങിയവ പ്രധാന കൃതികളാണ്. എന്താ ഗ്രേസിയെ തിരഞ്ഞെടുത്തത്? ഗ്രേസി എൻ്റെ അയൽവക്കാണ്. വളരെ കാലമായിട്ടുള്ള പരിചയമുള്ള ഒരാളാണ്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും വളരെ ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളുകളെ മാത്രമേ ആളുകൾ ഓർക്കാറുള്ളൂ. സാധാരണ നമ്മുടെ പെണ്ണെഴുത്തുകാരികളുടെ വളരെ ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളാണ്. അതെ, എന്നാലും അത്ര മുൻനിരയിൽ നിൽക്കാൻ ആഗ്രഹിക്കാം. സുഭാഷ് ചന്ദ്രൻ വളരെ പ്രയാസമേറിയ, മത്സരിക്കാൻ വേണ്ടി കഠിനമേറിയ ഒരു പേര് മനസ്സിലോർക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ പേഴ്സണലായിട്ട് കളിക്കുമ്പോഴൊക്കെ ഞാൻ വളരെ കഠിനമായ കാര്യങ്ങൾ ആലോചിച്ചിട്ട് പ്രതി 2-3 ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചിട്ടാണ് ലളിതമാക്കാം എന്ന് കരുതിയത്. ഗ്രേസി, മാനസി, അക്ഷിത എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന്, കഥാകാരി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന പേരുകളല്ലേ. ഗ്രേസിയുടെ പേര് മാത്രമല്ല, ഞാൻ കണ്ടെത്താതെ പോയാൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഗുരുതരമായ കുറ്റമാണ് കേരളത്തിൻ്റെ സാഹിത്യ സമൂഹത്തിനോട്, അല്ലേ? എൻ്റെ നാട്ടുകാർ എനിക്ക് ഈ വേദിയിലിരുന്ന് ഓർക്കാൻ കഴിഞ്ഞു. ഇവിടെ ശ്രീ സുഭാഷ് ചന്ദ്രൻ ഒരു മത്സരം എന്ന രീതിയിലല്ല അശ്വമേധത്തിനെ കണ്ടത്. മറിച്ച് ഇതൊരു വൈജ്ഞാനിക യാത്രയാണെന്നും ഈ യാത്ര ഓർമ്മകളുടേതാണെന്നും ആ ഓർമ്മകളിൽ മലയാളിയുടെ മനസ്സിൽ പ്രശസ്തരും അപ്രശസ്തരുമായ മനുഷ്യർ നിറയുമ്പോൾ അതിൽ ചിലരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടവരും ആണെന്നുള്ള തിരിച്ചറിവാണ്. ഗ്രേസി എന്ന മികച്ച കഥാകാരിയെ, പലപ്പോഴും വെള്ളി വെളിച്ചത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഗ്രേസിയെ ഈ വേദിയിൽ സുഭാഷ് ചന്ദ്രൻ ഓർമ്മിച്ചത് മത്സരിക്കാനോ ജയിക്കാനോ അല്ല, മറിച്ച് അനുസ്മരിക്കാനാണ്. അഭിനന്ദനങ്ങൾ സുഭാഷ്. ഒരു 2 വരി കൂടെ പാട്ടോ. ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗംഗയായി പകരുന്ന മണിവീണ
മുഖമായി. യേശുദാസ് ആകാൻ ആഗ്രഹിച്ചു, കപിൽ ദേവ് ആകാൻ ആഗ്രഹിച്ചു, മൈതാനത്തിലിറങ്ങാൻ മടിച്ചു, പൊതുവേദിയിൽ പാടാൻ മടിച്ചു, ഒടുവിൽ സുഭാഷ് ചന്ദ്രനായി. ഇന്ന് കേരളത്തിൽ കയ്യിൽ പേനയെടുക്കുന്ന ഓരോ കുഞ്ഞും ആഗ്രഹിക്കുന്നു സുഭാഷ് ചന്ദ്രനാകാൻ. നിമ്മി പ്ലീസ്. ഇത് ഞങ്ങളുടെ അശോഭഹാരം മിർ റിയൽട്ടേഴ്സ് നൽകുന്ന ഒരു ക്യാഷ്. ശ്രീ സുഭാഷ് ചന്ദ്രൻ മനസ്സിൽ ഓർമ്മിച്ചത് ഗ്രേസിയെയാണ്. മലയാളിയുടെ മനസ്സിൽ കോറിയിട്ടതാകട്ടെ ജീവിതത്തിന്റെ ആമുഖമാണ്. ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു സുഭാഷിന്റെ പേനയിൽ നിന്ന് അടർന്നു വീഴുന്ന മഷിത്തുള്ളികളിൽ നിന്ന് മനുഷ്യജീവിതത്തിന്റെ ഹൃദ്രക്തത്തിന്റെ ഭാഷയുള്ള കഥകൾ, ജീവിതത്തിന്റെ തുടിപ്പുകൾ, ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്ന ഒരു ചെമ്പരത്തിപ്പൂവിന്റെ അവസാനത്തെ തുടിപ്പ് പോലെ, വൈദ്യുതി കമ്പിയിൽ തട്ടി ആത്മഹത്യ ചെയ്ത ഒരു അനാഥ കാക്കയെ പോലെ സുഭാഷ് ചന്ദ്രന്റെ വാക്കുകളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, വ്യഥകളിൽ നിന്ന്, വിചാരങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളാൻ മലയാളി കൊതിക്കുന്നു. പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ എൻ്റെ രണ്ടാമത്തെ സൂചന, ഏകാധിപതി. ഇനി വരുന്നത് ഒരു മത്സരാർത്ഥിയാണ്. ആരാണ് ആ മത്സരാർത്ഥി എന്ന് നമുക്കിപ്പോൾ കാണാം. ഞാൻ ഷിഫ, മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ PG കംപ്ലീറ്റ് ചെയ്താണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കറസ്പോണ്ടൻസ് സയൻസ് ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ട്, MA ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ട്. അശ്വമേധം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഫാമിലിയുടെയും ഒരു പൂർണ്ണ പിന്തുണയോട് കൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത്. ഹസ്ബൻഡ് ഖത്തറിൽ ഷെഫാണ്, മോൾക്ക് 3 വയസ്സായിട്ടുള്ളൂ. അറിവ് പകരുക എന്നൊരു പ്രോഗ്രാമിലുപരി GS പ്രദീപ് സാറിൻ്റെ കൂടെ കുറച്ച് സമയം നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്ന് തന്നെ ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. So that is Shifa Sharif and welcome. Thank you, sir. Shifa, yes. Without further delay, let's start Yagam. മുഗൾ ഭരണം. മുഗൾ ഭരണമാണ് വിഷയം. മുഗൾ ഭരണാധികാരികളിൽ ഏറ്റവും ഒടുവിലത്തെ ആളായിരുന്നു ബഹദൂർ ഷാ സഫർ. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. മിർ റിയൽട്ടേഴ്സിന്റെ 1000 രൂപ സമ്മാനമായി നേടിക്കൊണ്ട് ഷീഫയ്ക്ക് അടുത്ത സ്ഫടികഗോളത്തിലേക്ക് യാത്ര ചെയ്യും. മഹാഭാരതം. മഹാഭാരതം. മഹാഭാരതത്തിന്റെ ശരിയായ പേരെന്താണ്? 2 ചോയ്സ്. 1 ജയസംഹിത, 2 കുരുക്ഷേത്ര സംഹിത. ജയസംഹിത. ജയസംഹിത ശരിയായ ഉത്തരം. മിർ റിയൽട്ടേഴ്സിന്റെ 2500 രൂപ നേടി ഷീഫ ഷറീഫ്. നിങ്ങൾ യാത്ര ചെയ്യുന്നു 3-ാം സ്ഫടികഗോളത്തിലേക്ക്. റഷ്യ. റഷ്യ. റഷ്യയിൽ സ്റ്റാലിന് ശേഷം ഭരണം ഏറ്റെടുത്ത ഭരണാധികാരി ആരാണ്? ചോയ്സ് 1 ബ്രഷ്നേവ്, ചോയ്സ് 2 ക്രൂഷ്ചേവ്, ചോയ്സ് 3 ചെർണങ്കോവ്. Who succeeded Stalin in Russia? ബ്രഷ്നേവ്, ക്രൂഷ്ചേവ്, ചെർണങ്കോവ്. ക്രൂഷ്ചേവ് ആണോ എന്ന്? ക്രൂഷ്ചേവ് എന്ന ഉത്തരം ശരിയാണ്. Congratulations, you have won ₹5,000. ഇനി ഒരു ചെറിയ കാഴ്ചക്കട. ആരാണിത്? ക്ലൂ ജീവിച്ചിരിപ്പില്ല. അനിതര സാധാരണമായ കലാവൈഭവം പ്രകടിപ്പിച്ചു. രാജലക്ഷ്മി, എഴുത്തുകാരി. എഴുത്തുകാരി രാജലക്ഷ്മിയാണോ? ലാസ്റ്റ് ചാൻസ്. മികച്ച അമ്മ. ബാലാമണി അമ്മ. സർ പ്ലീസ്.
ഈ ചിത്രത്തിൽ നിന്ന് സുകുമാരിയുടെ മുഖം സുകുമാരിയമ്മയുടെ മുഖം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഖേദകരമാണ്. ആ കണ്ണുകൾ കണ്ടാൽ സുകുമാരിയമ്മയുടെ മുഖം കണ്ടെത്താൻ കഴിയാത്തത് വളരെ ഖേദകരമാണ്. നിമ്മി പ്ലീസ്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ എ പാർട്ടിസിപ്പേഷൻ. ഇത് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ഒരു സാന്ത്വന സമ്മാനം. മരണത്തിൻ്റെ കാണാലോകത്തിലേക്ക് മടങ്ങിപ്പോയ ശ്രീമതി സുകുമാരി അശ്വമേധത്തിൻ്റെ ആദ്യകാലങ്ങളിലെല്ലാം പങ്കെടുക്കാനുണ്ടായിരുന്നു. വ്യക്തിപരമായി എന്നോട് ഒരു മാതൃവാത്സല്യത്തോടെ പെരുമാറിയിട്ടുണ്ട് ശ്രീമതി സുകുമാരിയമ്മ. മരണം അവരെ കൊണ്ടുപോയത് അഗ്നിനാളങ്ങളുടെ രൂപത്തിലായിരുന്നു. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രേക്ഷകരോടുള്ള ഇന്നത്തെ മൂന്നാമത്തെ സൂചന. കൊന്നൊടുക്കി ഒരുപാട് പേരെ ഇത്. ഈ വേദിയിലേക്ക് എത്തുന്ന അടുത്ത മത്സരാർത്ഥിയുടെ പ്രൊഫൈൽ നമുക്കിപ്പോൾ കാണാം. എൻ്റെ പേര് അരുൺ രാജ്. ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് വരുന്നു. കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എയർപോർട്ട് അതോറിറ്റി സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. എൻ്റെ വൈഫ് ഫാർമസിയിൽ ഡോക്ടറേറ്റ് ബിരുദം നേടിയ ആളാണ്. അവർ യൂണിവേഴ്സിറ്റിയിൽ ഫാർമസി കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. എൻ്റെ മകൾ രൂപശ്രീ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10 വർഷം മുന്നേ അശ്വമേധത്തിൻ്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ മഞ്ചേരിയിൽ വെച്ച് നടന്നപ്പോൾ അതിൽ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിനോട് ഏറ്റുമുട്ടി 1 പവൻ സ്വർണ്ണം നേടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ചാനലിലെ ഭൗതിക വിപ്ലവമായ അശ്വമേധം പരിപാടിയിൽ അറിവിൻ്റെ തമ്പുരാനായ GS പ്രദീപിനോട് ഒരിക്കൽ കൂടി ഏറ്റുമുട്ടാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. GS പ്രദീപ് എന്നുള്ള ബുദ്ധിരാക്ഷസനോട് ഏറ്റുമുട്ടി എത്ര ദൂരം പോകാം എന്നുള്ളത് എനിക്ക് ഉറപ്പുമില്ല. എങ്കിലും മാക്സിമം ദൂരം പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. So that was the profile of Mr. Arun Raj. Hi Arun. Hello, sir. Welcome to the show. Thank you, sir. Let's start യാഗം. എന്താണ് അരുൺ? വാക്ക്, വേർഡ്. നല്ല വാക്കാണ് അല്ലേ? എൻ്റെ വാചകം ഇതാണ്. മലയാളം എന്ന വാക്ക് ഒരു പാലിയൻഡ്രോമാണ്. ശരിയോ തെറ്റോ? ശരി. ശരി. Congratulations. You have won ₹1,000 from Mir Realtors. You can move to the next bowl. അമ്മ. അമ്മ. അതിമനോഹരമായ വിഷയം അല്ലേ? ശരി. അപ്പോൾ അമ്മ എന്ന വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ ചോദ്യം ഇതാണ്. ആരായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മ? കമല നെഹ്റു. ചോയ്സ് എ കമല നെഹ്റു, ചോയ്സ് ബി സ്വരൂപ് റാണി. കമല നെഹ്റു. കമല നെഹ്റു. ഉറപ്പ്? ഉറപ്പിക്കാം. അരുൺ ഉറപ്പിച്ചോട്ടെ? ഒരു മിനിറ്റ്. സോറി സാർ, സ്വരൂപ് റാണി. സ്വരൂപ് റാണി. ആദ്യം പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. കാര്യം ഭാര്യയ്ക്ക് അമ്മയുടെ സ്നേഹം കൊടുക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ കമല നെഹ്റു ഭാര്യയായിരുന്നു, അമ്മയല്ല. സ്വരൂപ് റാണി. ശരിയായ ഉത്തരം. Congratulations. You have won ₹2,500 from Mir Realtors. You can move to the third bowl. ചരിത്രം. ചരിത്രം. ആരാണ് മൺകുടത്തിനകത്ത് ജീവിക്കാൻ തീരുമാനിച്ച തത്വജ്ഞാനി? ചോയ്സ് എ അരിസ്റ്റോട്ടിൽ, ചോയ്സ് ബി സോക്രട്ടീസ്, ചോയ്സ് സി ഡയോജനിസ്. ക്ലോസ് ഉണ്ട് സാർ. ക്ലൂ. ക്ലൂ. അതിൽ രണ്ടുപേർ ജീവിച്ചത് മൺകുടത്തിലല്ല എന്ന് നമുക്കറിയാമല്ലോ. ഡയോജനിസ്. ഡയോജനിസ്. ശരിയായ ഉത്തരം. Congratulations. You have won ₹5,000 from Mir Realtors and we will have a visual. എത്ര കാലം ജയിലിൽ കിടന്നോ അത്രയും കാലം മുഖ്യമന്ത്രി പദവി അലങ്കരിച്ച ആളാണ്. ആരാണിത്? കാമരാജ്. കെ കാമരാജ് നാടാർ. ശരിയായ ഉത്തരം. Congratulations, Arun Raj. You have won ₹10,000 from Mir Realtors.
അരുൺ രാജ് യാഗം വിജയകരമായി പൂർത്തിയാക്കി. യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾക്ക് വേണ്ടി അരുൺ രാജിന്റെ തീരുമാനം എന്താണ് എന്ന് നമുക്കറിയാം. ലെറ്റ്സ് സീ യെസ് ഓർ നോ. Yes is the decision. Arun Raj, walk in please. ആ ബൗളിൽ നിന്നൊരു വിഷയമെടുക്കാം. വളരെ ദുഷ്കരമാണോ വിഷയം? അല്ല അല്ല അല്ല. ഓൾ ദ ബെസ്റ്റ്. യു ക്യാൻ മൂവ് ടു ദ ജൂറി. അരുൺ രാജ് വിചാരിച്ച പേര് ജൂറി അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആരംഭിക്കും വിപരീത സമസ്യയുടെ അരുണരാജ്യം യജ്ഞം. അരുൺ രാജ് കൈയൊക്കെ തണുത്തിരിക്കുന്നു. എന്തിനാ ടെൻഷൻ? ടെൻഷനില്ല. ആദരണീയനായ ശ്രീ വി കെ ജോസഫ്, ഈ യുവ സുഹൃത്ത് വിചാരിച്ച പേര് താങ്കൾ അംഗീകരിക്കുന്നു? അംഗീകരിക്കുന്നു. നിമ്മി, യു ആർ റെഡി ടു ഹെൽപ്പ് ഹിം? യെസ്, റെഡിയാണ്. ഈ അശ്വരഥത്തിനെ സാക്ഷി നിർത്തി അശ്വമേധത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും ശക്തമായ ഊർജം അശ്വമേധം ഓപ്പൺ സീസ എന്ന പ്രോഗ്രാമിന് നൽകിയിരുന്ന മഞ്ചേരി എന്ന പ്രദേശത്തെ സമസ്ത ജനങ്ങളെയും മനസ്സാ പ്രണമിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. സാധാരണഗതിയിൽ മരണം? അല്ല. 1900 ശേഷം മരണം? അല്ല. 1800 ശേഷം മരണം? അതെ. 1850 ശേഷം മരണം? അല്ല. രാഷ്ട്രീയം, കലാസാഹിത്യം? മെയിൻ ഇമ്പോർട്ടൻസ് അതാണെന്ന് പറയാൻ പറ്റില്ല. മെയിൻ ഇമ്പോർട്ടൻസ് അതൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല. സൗത്ത് ഇന്ത്യൻ ആണോ? അല്ല. അല്ല. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്തിച്ച വ്യക്തിയാണോ അദ്ദേഹം? ഉണ്ട്, ഉണ്ട്. ഒരു സിഖുകാരനായിരുന്നു? അല്ല. അല്ല. വെടിയേറ്റാണോ മരിച്ചത്? അല്ല. അല്ല. 1950 മുൻപ് മരിച്ചു, 1800 ശേഷം മരിച്ചു, വെടിയേറ്റല്ല മരിച്ചത്. ഏതെങ്കിലും നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഭരണമോ? ഏത് രീതിയിൽ ബന്ധപ്പെട്ടത്? നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യക്കകത്തുള്ള അന്ന് കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളാണ്. ആ നാട്ടുരാജ്യങ്ങൾ ഏതെങ്കിലും ഒരു നാട്ടുരാജ്യങ്ങളുടെ ഭരണം കൈയാളിയിരുന്നു അദ്ദേഹം? ഒരു നാട്ടുരാജ്യത്തിൻ്റെ ഭരണം കൈയാളിയിരുന്നു ചോദിച്ചാൽ രാജാവ്. രാജാവാകണമെന്നില്ല, പേഷ്വ ആകാം. യെസ്. മറാഠനാണ്? അല്ല. അല്ല. How many questions over, sir? 15. ഞാൻ 13 എണ്ണിയത്. അത്യുത്തര ഭാരതമായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥലം? ഉത്തരഭാരത്, ജമ്മു കാശ്മീർ. കാശ്മീർ പ്രദേശമായിരുന്നോ? അല്ല. 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 Was he a tribal person? അല്ല.
അദ്ദേഹം ജഹന്തർ ഷായെ പോലെ ഫറൂഖ് സിയാറിനെ പോലുള്ള ഏതെങ്കിലും ഒരു മുഗൾ രാജാവിൻ്റെ അവസാന മുഗൾ രാജാക്കന്മാരിൽ ഒരാളുടെ സേനാധിപതിയായിരുന്നു? അല്ല. അല്ല. പറഞ്ഞോളൂ. Congratulations. You have won rupees 25,000 from Realtors. This is Mr. J.E. Rajguru. He is the first martyr of India against British. He was hanged by the British. ഏത് വർഷം? 1806. 1806. അദ്ദേഹം ആരുടെ എവിടെയായിരുന്നു അദ്ദേഹം? അതിൽ കുർഡ എന്ന് പറഞ്ഞിട്ട് ഒരു ഒറീസയിലെ ഒരു നാട്ടുരാജ്യം ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. കുർഡയിലെ. ജയകൃഷ്ണ രാജഗുരു മൊഹപത്ര 1739 ഒഡീഷയിലെ പുരി ജില്ലയിൽ ജനിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആദ്യ രക്തസാക്ഷിയായി അറിയപ്പെടുന്നു. ഖുർദ രാജ്യത്തെ രാജാവായിരുന്ന ഗജപതി മുകുന്ദദേവ രണ്ടാമന്റെ രാജഗുരുവായിരുന്നു ജയ് രാജഗുരു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജയകൃഷ്ണ രാജ്ഗുരു മൊഹപത്ര. ഖുർദ രാജ്യത്തിന്റെ സേനാധിപതിയുമായിരുന്നു ഇദ്ദേഹം. 1805 നടന്ന യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ മുകുന്ദദേവ് രണ്ടാമനെയും രാജ്ഗുരുവിനെയും പരാജയപ്പെടുത്തുകയും അതിമുകുന്ദദേവ് രണ്ടാമനെ വിട്ടയക്കുകയും 1806 ഡിസംബർ 6 രാജ്ഗുരുവിനെ ഹീനമായ രീതിയിൽ കൊലപ്പെടുത്തുകയും ചെയ്തു. മിർ റിയൽറ്റേഴ്സിന്റെ 25,000 രൂപയാണ് താങ്കൾ ഇപ്പോൾ സ്വന്തമാക്കിയത്. The red light has come. The time bomb has blasted. നമ്മുടെ ഈ അധ്യായം, ഈ ദിവസത്തെ അശ്വമേധയാത്ര അവസാനിപ്പിക്കാനുള്ള സമയമായി. നേരം 10 മണിയാണ് അല്ലേ? അപ്പോൾ അടുത്ത ദിവസം അശ്വമേധത്തിൻ്റെ യജ്ഞവേദിയുടെ രണ്ടാമത്തെ മേഖലയിൽ അരുൺ രാജ് ഉണ്ടാകും. സംഭവബഹുലമായ ഈ ലോകത്തിലെ ഏതോ ഒരു സംഭവവും മനസ്സിലോർമ്മിച്ചു. റെഡിയല്ലേ? റെഡിയാണ് സർ. മഞ്ചേരിക്കാരൻ വിജയം കൈവരിച്ചു. അന്നും ആദ്യ റൗണ്ടിൽ അരുൺ രാജ് തന്നെയാണ് വിജയിച്ചത് അല്ലേ? ശരി. അപ്പം മഞ്ചേരിയിൽ എല്ലാവരോടും അരുൺ രാജിൻ്റെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു. പ്രേക്ഷകർക്കായുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. സൂചന 1 ല ഡി കോമ്പാറ്റ്മെന്റോ. സൂചന 2 ഏകാധിപതി. സൂചന 3 കൊന്നൊടുക്കി ഒരുപാട് പേരെ ഇദ്ദേഹം. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള അശ്വമേധത്തിൻ്റെ ഒരു ഓപ്പൺ സീസ നാട്. സ്ഥലം മഞ്ചേരിയിലെ BP ഹാളാണ്. അന്ന് അകത്തിരിക്കാൻ കഴിയുന്നത് 2000-3000 ആളുകൾക്കാണ്. അത്രത്തോളം തന്നെ ആളുകൾ പുറത്തിരിപ്പുണ്ടായിരുന്നു കാണികളാകാൻ വേണ്ടി, അകത്ത് കയറാൻ അവസരത്തിന് വേണ്ടി. കസേരകളും മേശകളും ഫർണിച്ചറും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അത്രത്തോളം സ്നേഹിച്ചു മഞ്ചേരി അശ്വമേധത്തിൽ, നെഞ്ചേറ്റുകയും ചെയ്തു. ഈ രണ്ടാം വരവിനെയും മഞ്ചേരി നെഞ്ചേറ്റും എന്ന വിശ്വാസത്തോടെ നെഞ്ചിൽ 1000 സ്നേഹകിരണങ്ങളുമായി ഈ രാത്രി നിങ്ങളോട് യാത്ര ചോദിക്കട്ടെ. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം GS പ്രദീപ്.